ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രൈവ് ഡ്രിഫ്റ്റ് ആൻഡ് ഡ്രാഫ്റ്റ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹണ്ടർ 350 2025. ഈ വണ്ടിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പഴയ ഹണ്ടറിനേക്കാളും കുറച്ചധികം ഇമ്പ്രൂവ്മെൻറ്റ്സോടെയാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. മെയിനായിട്ട് റിയറിലെ ഷോക്ക് അബ്സോർവ് പ്രോഗ്രസീവ് സ്പ്രിങ്സ് ആക്കിയിട്ടുണ്ട്. സോ റൈഡ് കംഫർട്ട് വളരെയധികം ബെറ്ററായി. അതുപോലെ തന്നെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലച്ചും വളരെയധികം ലൈറ്റായി. പിന്നെ 10 mm ഗ്രൗണ്ട് ക്ലിയറൻസും കൂടിയിട്ടുണ്ട് എക്സോസ്റ്റിന് റീറൂട്ടിങ് വഴി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു 200 സബ്സ്ക്രൈബേഴ്സേ കിടന്ന് ഇങ്ങനെ കളിക്കുവാണ്. ഒരു കുറച്ച് പേര് കൂടെ അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മോട്ടിവേഷനാണ് കൂടുതൽ വീഡിയോ ചെയ്യാനും. അത് നമുക്ക് എവിടെയെങ്കിലും ചെന്ന് വണ്ടി തരാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ശക്തിയാണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ടെങ്കിൽ. അതുപോലെ സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. സോ ഫ്രണ്ട്സ്, ഹണ്ടർ 350 എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇൻ ഡെപ്ത് വണ്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, കൂടെ കുടിക്കും. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഹണ്ടർ 350 2025 ഫേസ് ലിഫ്റ്റ്. നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ കാണാൻ പറ്റും ലൈറ്റ് മാറിയിട്ടുണ്ട്. 2025 ഹണ്ടറിന് വരുന്ന LED ലൈറ്റ്സ് ആണ്. പിന്നെ വന്നിരിക്കുന്ന ചേഞ്ച് ഈ ഒരു ഷോക്ക് അബ്സോർവേഴ്സ് ആണ്. അപ്പം ഇതിലൊരു പ്രോഗ്രസീവ് സ്പ്രിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇച്ചിരി ഹാർഡാവുകയും സ്പീഡ് കുറയുന്നതനുസരിച്ച് കുറച്ച് സോഫ്റ്റ് ആവുകയും ചെയ്യും. സോ അതുകൊണ്ട് റൈഡ് ക്വാളിറ്റി വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഉള്ള ചേഞ്ച് വന്നിരിക്കുന്നത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വന്നിട്ടുണ്ട്. സോ എന്താ പറയുന്നത്, ക്ലച്ച് ഈസ് മച്ച് ലൈറ്റ് ആൻഡ് ഗിയർ ഷിഫ്റ്റ്സ് ആർ വെരി സ്മൂത്ത്. സോ ഈ ഒരു വണ്ടി നമുക്ക് തന്നിരിക്കുന്നത് കൈസൻ മോട്ടോഴ്സ് ആൻഡ് വൈറ്റില. അവർക്ക് ഒരു ബിഗ് താങ്ക് യു. അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ വീഡിയോൻ്റെ അവസാനത്തിലും ഞാൻ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ ക്യാച്ച് പോയിൻറ്റ് 181 കിലോസാണ് എല്ലാ ലിക്വിഡും കൂടെ. എന്താ 90% ഓയിൽ ആൻഡ് 90% ഫ്യൂവൽ വന്നു കഴിഞ്ഞിട്ടും വണ്ടിക്ക് വരുന്ന വെയിറ്റ് 181 കിലോസേ ഉള്ളൂ. ഓക്കെ, 17 ഇഞ്ച് ടയേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി നല്ല ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടി നമുക്ക് 4999 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഇറക്കിക്കൊണ്ട് പോരാൻ പറ്റും. ഈ വണ്ടിയുടെ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കാം. പുതിയ ഹെഡ്ലൈറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് തന്നേക്കുന്ന വണ്ടിക്ക് സിയറ്റ് ടയേഴ്സാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഹണ്ടർ 350 സൈഡിലേക്കുള്ള ലുക്ക്. ഭയങ്കര നിമ്പിൾ ബൈക്ക് ആണെന്ന ലുക്ക് നമുക്ക് തോന്നും. അതുപോലെ തന്നെ നിമ്പിളാണ് സംഭവം ഓടിക്കാനും. ഹണ്ടർ 350 ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക് ഇതാണ്. ഇതിനകത്ത് ഞാൻ കണ്ടൊരു സംഭവം, ഒരു ടെയിൽ ടൈഡി നമുക്ക് ആക്സസറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആക്സസറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത്, സീറ്റ്സ് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഇനിയും നമുക്ക് പൊക്കം കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു 21 mm കൂടെ സീറ്റ് ഹൈറ്റ് കുറയ്ക്കാൻ പറ്റുന്നൊരു സീറ്റും കൂടെ റോയൽ എൻഫീൽഡ് ഹണ്ടറിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 160 mm ആണ്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 790 mm ആണ്. അത് നമുക്ക് ഇനിയൊരു 21 mm കൂടെ കുറയ്ക്കാൻ പറ്റും, ചെറിയ ലോവർ ചെയ്ത് സീറ്റ് നമ്മൾ വെക്കുവാണെങ്കിൽ. നമ്മളിപ്പോൾ ലുക്സ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഓരോന്നായിട്ട് പോകാം. ഹണ്ടറിന് ഫ്രണ്ടിലും ബാക്കിലും 17 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിൽ 110 70 17 ബാക്കിൽ 140 70 17. സോ ഫ്രണ്ടിൽ വരുന്നത് 110 70 17, ബാക്കിൽ വരുന്നത് 140 70 17. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 300 mm ഡിസ്ക് വിത്ത് ട്വിൻ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പറാണ് ഫ്രണ്ടിലുള്ളത്. ബാക്കിലുള്ളത് 270 mm ഡിസ്ക് സിംഗിൾ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പറാണ്. 100-ന് 2 വേരിയൻ്റാണ് ഉള്ളത്. അതിനകത്ത് ബേസ് വേരിയൻറ്റ് 1.49 lakhs ആണ്. അത് നോക്കുപോലും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. സോ അതിൽ സ്പോക്ക് വീൽസാണ്, ട്യൂബ് ടയേഴ്സാണ്. അതുപോലെ തന്നെ സിംഗിൾ ചാനൽ ABS ബേസ് വേരിയൻറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ പറയേണ്ട വേറൊരു കാര്യം, ബാക്കിലത്തെ ഷോക്കിൽ 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ അത് കൊടുത്തിട്ടുണ്ട്. 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ പ്രീലോഡ് കൊടുത്തിട്ടുണ്ട് ബാക്കിലെ ഷോക്കിൽ. സോ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കംഫർട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, വിച്ച് ഈസ് ഓൾസോ ഗുഡ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ഹണ്ടർ 350 ഒരു പ്രോപ്പർ സിറ്റി ബൈക്കാണ്. നമുക്ക് ലോങ് ഡ്രൈവ് പോകാൻ പറ്റും. ഒരു 80 നമുക്ക് ക്രൂസ് ചെയ്യാനും ദിസ് ഇസ് ഫൈൻ. പക്ഷേ അതിന് മേളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ടയറിങ് എക്സ്പീരിയൻസ് ആകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും 17 ഇഞ്ച് ടയറാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് സോ ഫ്ലിക്കബിൾ. ഇത്രയും ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്ന റോയൽ എൻഫീൽഡ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആൻഡ് സോ ഫൺ ടു റൈഡ്.
ഗിയറിംഗ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ഗിയറിംഗ് ആണ്. സോ നമുക്ക് അടിക്കടി നമ്മൾ ഇത് മാറ്റേണ്ട ആവശ്യമില്ല. മാക്സ് ടോർക്ക് 4000 RPM തന്നെ നമുക്ക് വരുന്നുണ്ട്. മാക്സ് പവർ 6000 RPM വരുന്നുണ്ട്. സോ അടിക്കടി നമുക്ക് ഗിയർ മാറേണ്ട ആവശ്യമില്ല. ഒരു പ്രോപ്പർ സിറ്റി ബൈക്കിൻ്റെ എല്ലാ ഗുണഗണങ്ങളും നമുക്ക് ഈ വണ്ടി കാണാൻ പറ്റും. പിന്നെ ടോപ്പ് വേരിയൻറ്റ് ഡ്യുവൽ ചാനൽ ABS ആണ്. ഓടിക്കാൻ ഇറ്റ്സ് ഫൺ, ഇറ്റ്സ് പ്രിറ്റി ഫൺ, എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സെയിം ട്യൂണാന്ന് പറഞ്ഞാലും ഐ ഫീൽ ലൈക്ക് ഈ വണ്ടി കുറച്ചുകൂടെ ഒരു റെവ് ഹാപ്പിയാണ് ബാക്കിയുള്ള J സീരീസ് എഞ്ചിനേക്കാളും എന്നെനിക്ക് തോന്നി. ഇതൊരു പേഴ്സണൽ ഒപ്പീനിയനാണ്, കൊല്ലല്ല. ഇതുപോലെ ഈ വണ്ടിയുടെ ഹോണും നല്ല അത്യാവശ്യം നല്ല ക്ലിയർ ഒരു ക്രിസ്പി ഒരു ഹോണാണ്. ഇതെനിക്ക് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്, കരഞ്ഞ് വാശി പിടിക്കുന്ന മക്കളുള്ള മാതാപിതാക്കളോടാണ്. അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ദിസ് വിൽ ബി റിയലി ഗുഡ് ബൈ. കാരണം ആവശ്യത്തിന് പവറുണ്ട്, ആവശ്യത്തിന് വെയിറ്റ് ഉണ്ട്, ആവശ്യത്തിന് ബ്രേക്കിങ്ങും ഉണ്ട്. സോ അവർക്ക് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വണ്ടി എന്ത് ചെയ്യും, എവിടെ നിൽക്കുന്നുള്ള കുറച്ചൊരു ഐഡിയ കിട്ടും. ഐ വുഡ് 110% പ്രിഫർ or refer this bike to the parents whose kids are going to own their first bike. സോ ഫ്രണ്ട്സ്, എൻജിൻ സ്പെക്സിലേക്ക് പോവുകയാണെങ്കിൽ ഇത് 350cc ആണ് വണ്ടി. 20.2 bhp അറ്റ് ദ റേറ്റ് 6100 RPM. പിന്നെ മാക്സിമം ടോർക്ക് വരുന്നത് 27 Nm അറ്റ് ദ റേറ്റ് 4000 RPM ആണ്. എന്താണെങ്കിലും നമുക്ക് അടിക്കടി ഗിയർ ചേഞ്ച് ഈ ഒരു വണ്ടിയിൽ ആവശ്യം വരുന്നില്ല. സോ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വന്നിട്ടുണ്ട്. സോ ഗിയേഴ്സ് ആർ മച്ച് സ്ലിക്ക്, വിച്ച് ഇസ് ഗുഡ്. ഓക്കെ, റൈഡിങ് എർഗണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡ് പാക്ക് പൊങ്ങിയായിരിക്കുന്ന, അതുകൊണ്ട് കാല് ചെറിയൊരു മടങ്ങിയ സ്പോട്ടി ഫീൽ എനിക്ക് കിട്ടുന്ന, ഹാൻഡിൽ ബാറും കുറച്ച് നമ്മുടെ അടുത്തേക്കായിരിക്കുന്ന സിറ്റി ക്രൂയിസിങ്ങിന് പറ്റിയൊരു എർഗണോമിക്സ് ആണ് ഈ വണ്ടിയെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ മിറേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് എന്തോ കൂടി നമുക്ക് അവൈലബിൾ ആണ്. റോയൽ എൻഫീൽഡിൽ കോൺഫിഗർ ചെയ്ത് നമ്മൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഫ്രണ്ട്സ്, 350 എങ്ങനെയുണ്ട് ഓടിക്കാനെന്ന് ചോദിച്ചാൽ ഒരു ഭയങ്കര പെപ്പിയായ റോയൽ എൻഫീൽഡാണ് ഈ 350. വെരി ഫൺ ടു റൈഡ്. പക്ഷേ എൻജിൻ കുറച്ചുകൂടി പെപ്പി ആയിരുന്നെങ്കിൽ നാശിക്കാതില്ല. സോ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ വരുന്നത് ഡബിൾ പിസ്റ്റൺ കാലിപ്പേഴ്സ് ആണ്. സോ ബൈറ്റ് കുറച്ചുകൂടി എനിക്ക് തോന്നിയത് ഫ്രണ്ടിലാണ്. ബാക്കിൽ എനിക്ക് അത്ര ഒരു കംഫർട്ട് തോന്നിയിട്ട് ബൈറ്റ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, അത്യാവശ്യം ബ്രേക്കിംഗ് പെർഫോമൻസ് ഉണ്ട്. പിന്നെ C10 ടയേഴ്സാണ് ഇപ്പം എനിക്ക് കിട്ടിയ വണ്ടി വന്നേക്കുന്നത്, MRF എല്ലാം. സ്വിച്ച് ഗിയേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഇതാണ് ലൈറ്റിൻ്റെ സ്വിച്ച്. ഇത് പാസ്, ഇതിപ്പോൾ ഓഫാണ്. ഇങ്ങോട്ട് പോയാൽ ലൈറ്റ് ഓൺ ആവും. ഇത് ഇൻഡിക്കേറ്ററാണ്, ഇത് ഹോണാണ്. ഈ വരുന്നത് ഇഗ്നിഷനാണ്. ഇഗ്നിഷൻ ഇപ്പോൾ ഓണായി. ഇഗ്നിഷൻ്റെ സ്വിച്ചാണ്. ഇപ്പം അത് എഞ്ചിൻ ഓണാണ്. ഒന്നുകൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും വണ്ടി സ്റ്റാർട്ടാവും. ഇത് ഹസാർഡിൻ്റെ ഇത് ഹസാർഡിൻ്റെ ഇതാണ്. ഈ നമുക്ക് ഇൻഫർമേഷൻ ടോഗിലുള്ള ഓപ്ഷൻ തന്നേക്കുന്നതാണ് മീറ്ററിൽ. ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ മീറ്റർ കൺസോൾ വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നോക്കാം. ട്രിപ്പ് A ഉണ്ട്, ട്രിപ്പ് B ഉണ്ട്, ഓഡോ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫ്യൂവൽ ഗേജ് ഉണ്ട്, ന്യൂട്രൽ, ബാറ്ററി, ABS, ചെക്ക് എഞ്ചിൻ ലൈറ്റ്, ഇതൊക്കെയുണ്ട്. പക്ഷേ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ തന്നിട്ടില്ല. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടിയുടെ ഒച്ച ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല സൗണ്ടാണ് റോയൽ എൻഫീൽഡിൻ്റെ. എന്താ പറയുന്ന എക്സോസ്റ്റ് അത്യാവശ്യം ഭയങ്കര ക്യൂട്ടല്ല, അത്യാവശ്യം ഒരു ബേസിയാണ്. അതുപോലെ ഓടിക്കുമ്പോഴും നമുക്ക് ഓക്കെ, ഞാൻ ഒരു 350cc ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് തരുന്ന ടൈപ്പ് എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫൺ എക്സോസ്റ്റ് നോട്ടാണ്. ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. നമ്മൾക്ക് ഒരുമിച്ച് 100, 350, 20, 25 ഒന്ന് ഓടിച്ച് നോക്കാം. ലെറ്റ്സ് ഗോ. സോ ഫ്രണ്ട്സ്, ഇതൊരു പ്രോപ്പർ സിറ്റി ബൈക്ക് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
17 ഇഞ്ച് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയേഴ്സ് വരുന്നുണ്ട്. വളരെ അധികം ഫ്ലിക്കബിളാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രാഫിക് കൂടെ ഫ്ലിക്ക് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത് ഓടിക്കാൻ സൂപ്പർ വണ്ടിയാണ്. ദ ബെസ്റ്റ് മാനുവറബിൾ റോയൽ എൻഫീൽഡ് എന്ന് ഞാൻ നിസ്സംശയം പറയും. ഹണ്ട് 350 വരുന്ന ഫ്യൂൽ കപ്പാസിറ്റി 13 ലിറ്ററാണ്. മൈലേജ് നമുക്ക് 30 to 35 ഇടയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം മാന്യമായി പോയാൽ. അതിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയൊരു സംഭവമാണ്, ഹണ്ട് 350 ഒരു ടൈപ്പ് സി USB ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട് റോയൽ എൻഫീൽഡ്. ഈ ഒരു ബൈക്ക് വന്നിരിക്കുന്ന മേജർ 2 ചേഞ്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വിച്ച് മേക്സ് ദ ഗിയർ ഷിഫ്റ്റ് വെരി വെരി സ്മൂത്ത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ബാക്കിലത്തെ ഷോക്ക് അബ്സോർബറിൽ വന്നിരിക്കുന്ന ചേഞ്ച്. ഇപ്പോൾ അത് പ്രോഗ്രസീവ് സ്പ്രിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദ റൈഡിങ് കംഫർട്ട് ഇസ് മച്ച് ബെറ്റർ ദാൻ ദ ഓൾഡ് ഹണ്ട്. ഹണ്ട് 350 പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.49 lakhs to 1.81 lakhs ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 1.76 lakhs ഉണ്ട്. 1.76ഉം 1.81 lakhs എക്സ് ഷോറൂം പ്രൈസും കളർ വേരിയേഷനാണ്. പക്ഷേ 1.49 ബേസ് വേരിയൻ്റ് ആണ്. സോ ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ 1.49 lakhsൻ്റെ വണ്ടി എടുക്കുന്നതിനേക്കാളും മച്ച് ഫീച്ചേഴ്സ് ആൻഡ് മച്ച് ബെറ്റർ ആണ് 1.76 ആൻഡ് 1.81 lakhsൻ്റെ വേരിയൻസ്. ഹണ്ട് 350 വരുന്ന കളർ വേരിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബേസിലെ 1.49 lakhsൽ ഫാക്ടറി ബ്ലാക്ക് എന്ന കളർ വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് 1.76 lakhsന് റിയോ വൈറ്റ്, പിന്നെ ഡാപ്പർ ഗ്രേ, റെബൽ ബ്ലൂ അറ്റ് 1.81 lakhs, ലണ്ടൻ റെഡ് ആൻഡ് ടോക്കിയോ ബ്ലാക്ക്. ഇതാണ് ഹണ്ട് 350 2025 ബൈക്കിൻ്റെ കളർ വേരിയൻസ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹണ്ട് 350 ഓണേഴ്സ് കമൻറ്റ് ബിലോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദ ചാനൽ. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. സോ thanks for watching my video and have a good time. Take care.